Hi, dear students. Today we are going to discuss the first chapter in fifth standard. Okay, which one? Yes, reproduction in plants. Are you ready? In the last class, we studied the term reproduction. യെസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാവർക്കും ഓർമ്മയില്ലേ? ഇല്ലേ? എന്തായിരുന്നു? നമുക്ക് ഒന്നുകൂടെ മിസ്സ് പറഞ്ഞുതരാം. റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ദി പ്രോസസ് ബൈ വിച്ച് ലിവിങ് തിങ്സ് പ്രൊഡ്യൂസ് യങ് വൺസ് ഓഫ് ദെയർ ഓൺ കൈൻഡ് ഇസ് കോൾഡ് റീപ്രൊഡക്ഷൻ. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ ലിവിങ് തിങ്സും, അതായത് ആനിമൽസ്, പ്ലാന്റ്സ്, ഹ്യൂമൻ ബീയിങ്സ്, അങ്ങനെയുള്ള എല്ലാ ലിവിങ് തിങ്സിനും ഒരു ഫീച്ചർ ഉണ്ട്. അവരെന്ത് ചെയ്യും? ഒരു യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. അതായത് വി ഓൾ നോ അബൌട്ട് കാറ്റ്സ്. യെസ്, അപ്പോൾ ഈ കാറ്റ്സിൽ എന്താണ്? കാറ്റ്സ് എന്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? സ്മോൾ ബേബി കാറ്റ്സിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ ഈ ഹ്യൂമൻ ബീയിങ്സിൽ എന്താണ്? അവരും ബേബീസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് പ്ലാന്റ്സ് നോക്കാം. പ്ലാന്റ്സിലും എന്താണ്? പ്ലാന്റ്സും സ്മോൾ പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, ഒരു യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റീപ്രൊഡക്ഷൻ. മനസ്സിലായില്ലേ? സോ ഇൻ ദിസ് ചാപ്റ്റർ വി ആർ സ്റ്റഡിയിങ് റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നതെന്ന്. പ്ലാന്റ്സിൽ റീപ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, ചില പ്ലാന്റ്സിൽ ഫ്ലവർ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അങ്ങനെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സിൽ ചിലതിൽ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ചിലതിൽ സീഡ്സ് ഉണ്ടാവില്ല, ചിലതിൽ സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഫ്ലവർ ചെയ്യുന്ന പ്ലാന്റ്സിൽ. അപ്പോൾ അങ്ങനത്തെ പ്ലാന്റ്സിൽ സീഡ്സ് വഴിയാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അല്ലാത്ത റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് വഴിയാണ്. അപ്പോൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് പാർട്സ് ഏതൊക്കെ വരിക? ഒന്നെങ്കിൽ സ്റ്റെമ്മ് വഴി ഉണ്ടാവാം, റൂട്ട് വഴി ഉണ്ടാവാം, ലീവ്സ് വഴി ഉണ്ടാവാം. ഓക്കെ, ഫസ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദി റീപ്രൊഡക്ഷൻ ത്രൂ സീഡ്സ്. എക്സാമ്പിൾസ് ഏതൊക്കെയാ റീപ്രൊഡക്ഷൻ ത്രൂ സീഡ്സിന്? യെസ്, പപ്പായ, ജാക്ക് ഫ്രൂട്ട്. ഇനി അനദർ? യെസ്, ടൊമാറ്റോ, മാംഗോ, ബ്രിഞ്ചാൾ, റൈസ്, വീറ്റ്. ഇതൊക്കെ എക്സാമ്പിൾസ് ആണ് അല്ലേ സീഡ്സിന്? അങ്ങനെയാണെങ്കിൽ ഡു യു നോ ദി സ്ട്രക്ചർ ഓഫ് സീഡ്സ്? ലെറ്റ്സ് ഡിസ്കസ്. ഹിയർ സീഡ്സ് ഹാസ് മെയിൻലി 3 parts which are seed coat, embryo and cotyledons. Seed is protected by an outer covering called a seed coat. ഓക്കെ, നമ്മുടെ സീഡ് ഒരു ഔട്ടർ കവറിങ് ഉണ്ട്, അതിനെയാണ് നമ്മൾ സീഡ് കോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദി ഹാർഡ് ഔട്ടർ കവറിങ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് എംബ്രിയോ. ദി സീഡ് കണ്ടെയ്ൻസ് എ സ്മോൾ ബേബി പ്ലാന്റ് കോൾഡ് ആൻ എംബ്രിയോ. നമ്മുടെ സീഡിനുള്ളിൽ ഒരു ബേബി സ്മോൾ പ്ലാന്റ് ഉണ്ടാവും, അതിനെയാണ് നമ്മൾ എംബ്രിയോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് കോട്ടിലിഡൻസ്. ഇത് സ്റ്റോർ ഫുഡ് ഫോർ ദി ബേബി പ്ലാന്റ്. ഈ കോട്ടിലിഡൻസിലാണ് ബേബി പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പ്ലാന്റ്സിൽ ഫോട്ടോസിന്തസിസ് വഴിയാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ സീഡ്സിൽ ഫോട്ടോസിന്തസിസ് നടക്കുമോ? ഇല്ലല്ലോ. അപ്പം ആ ഒരു സീഡിൽ നിന്നും ഒരു പ്ലാന്റിന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോട്ടോസിന്തസിസ് നടക്കുന്ന വരെ വളരാൻ വേണ്ടിയിട്ടുള്ള ഫുഡാണ് ഇതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഒരു പ്ലാന്റ് സ്പ്രൗട്ട് ചെയ്യുമ്പോൾ, അതായത് മുളയ്ക്കുമ്പോൾ ഫസ്റ്റ് പുറത്തേക്ക് വരുന്നത് ഈ കോട്ടിലിഡൻസ് ആയിരിക്കും. സോ സം പ്ലാന്റ്സ് സ്പ്രൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലീഫ് ലൈ സ്ട്രക്ചർ ഫസ്റ്റ് പുറത്തേക്ക് വരുന്നത് കാണാം അല്ലേ? ചിലപ്പോൾ രണ്ടെണ്ണം ഉണ്ടാവും. അതിനാണ് നമ്മൾ ഡൈക്കോട്ട് സീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സം പ്ലാന്റ്സിൽ എന്തായിരിക്കും? അത് മോണോകോട്ടായിരിക്കും, ഒരു കോട്ടിലിഡനെ ഇതായിരിക്കുള്ളൂ. സോ മോണോകോട്ട് സീഡ്സിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയായിരിക്കും? റൈസ്, വീറ്റ്, മെയ്സ്. ഡൈക്കോട്ട് സീഡ്സ് ഓർ ഡൈകോട്ടിലിഡൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് പീസ്, മാംഗോ, ബീൻസ്, എക്സെട്ര. ഇന്ന് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ടുഡേ വി ലേൺഡ് വാട്ട് ഈസ് റീപ്രൊഡക്ഷൻ, എക്സാമ്പിൾസ് ഓഫ് പ്ലാന്റ്സ് വിച്ച് ഗ്രോസ് ഫ്രം സീഡ്സ്,